FTW വോക്കർ ലിൽ പൈനൻ റെയ്ത്ത് റാഹത്ത്. അടി എന്താണ് ലിൽ പൈനൻ ഓരോ ദിവസം ഓരോ പാട്ട് ഇറക്കുന്ന? ഇത് നമുക്കറിയാത്ത ഏതല്ലോ പാട്ട്. റാഹത്ത് അടി ഇത് ഞാൻ കേട്ടിട്ട് ഇത് ഡബ്ല്യു. അടി ഇത് മിക്കവാറും ഞാൻ ഒരു കാര്യം പറട്ടെ, കൂടുതൽ ലിൽ പൈനൻ ഒറ്റക്ക് ഇവൻ വേറെ ആരും ഹെൽപ്പില്ലാണ്ട് ഒറ്റക്ക് ഇടുന്ന പാട്ടുകളാണ് ശരിയായ ഹിറ്റാണ്, ശരിയായ സാധനമാണ്. ഇങ്ങനെ വേറെ ആരും കൊളയ പഠിക്കുന്ന അത്ര സെറ്റ് ആകുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാൻ തന്നെ അന്നാക്കിയ നന്നായി നോക്കാം. ഓ നാഗച്ച ഇതാ അച്ചായന്റെ ലവർ വന്ന് അച്ചായന്റെ പ്രിയപ്പെട്ടവൾ. കൊതികെ കുത്തല്ലേ എന്റെ കുന്നുവാവനെ കുത്തല്ലേ, ഉറുമ്പേ കച്ചല്ലേ എന്റെ കുന്നുവാവനെ കച്ചല്ലേ, പൂച്ചേ മാന്തല്ലേ എന്റെ കുന്നുവാവനെ മാന്തല്ലേ, പൂച്ചേ മാന്തല്ലേ എന്റെ കുന്നുവാവനെ മാന്തല്ലേ, പറ്റിക്കുറ്റ ബൗ പറയല്ലേ, പറ്റിക്കുറ്റ ബൗ പറയല്ലേ എന്റെ കുന്നുവാവനെ കച്ചല്ലേ. അല്ല നിങ്ങളെ പ്രിയപ്പെട്ടവളല്ലത് കൊച്ചിയെ ലിവിങ് ടുഗദർ തുടങ്ങാൻ പോയത് അച്ചായൻ. അച്ചായൻ ലിവിങ് ടുഗദർ തുടങ്ങാൻ പോയതല്ലോ. അവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കറക്റ്റ് നാഗച്ചേച്ചി എറണാകുളം ഈ ഏരിയയിലേക്ക് താമസം മാറുന്നു. അച്ചായൻ ഇത് നമ്മ പൊട്ടന്മാർ, നമ്മള് ചോറന്നെ തിന്നുന്നു കേട്ടില്ല, നമ്മള് ചോറന്നെ തിന്നുന്നു. അച്ചായ നിങ്ങള് കൊറേ ഇത് നോക്കുന്ന കാര്യം എന്താ പറയുന്നത്? ദേവന്റെ വീഡിയോ ദേവന്റെ എന്ത് വീഡിയോ? ദേവന്റെ യൂട്യൂബ് വീഡിയോ. ദേവന്റെ നമ്മളെ മീറ്റ് ചെയ്തതിനെ കുറിച്ച് വീഡിയോ ഇട്ടോ? എന്ത് വീഡിയോ? യൂട്യൂബിലുണ്ട്. നോട്ടെ എന്താ ഇതിന്റെ പേര്, ചാനലിന്റെ പേര്? മാഡ് വൈബ്സ് നൗ. വൈബ്സ് VIBES നൗ. 7 hours ago. ഹലോ നമസ്കാരം. നമ്മുടെ തൊപ്പിയുടെ ലൈവില് ജീൻഡപ്പൻ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ. അപ്പം ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ 1-2 വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ദ വേ ഹി റിയാക്റ്റഡ് ഇസ് ടു ബാഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് തൊപ്പി ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. ഞാൻ തൊപ്പിയുടെ നല്ലതും പറഞ്ഞിട്ടുണ്ട്, ചീത്തയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തിടയ്ക്കാണ് ഞാൻ തൊപ്പിയെ കാണാനായിട്ട് ഇങ്ങനെ തൊപ്പിയുടെ ഒരു റീല് കാണുകയും അങ്ങനെ ഒരാൾ ത്രൂ നമ്പർ എടുക്കുകയും വിളിക്കുകയും സംസാരിക്കുകയും ആൻഡ് ഫൈനലി വി മാറ്റ്. അപ്പം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം, കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മുടെ കണ്ണൻസായി സംസാരിച്ചത്. കാരണം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന എന്തെന്നെയാണെങ്കിലും സീക്രട്ട് ഏജന്റ് എന്ന് വിളിച്ച് അതായിപ്പോയി വായിൽ. കണ്ണൻസായി എന്നൊന്നും എൻ്റെ വായിൽ വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറഞ്ഞാലേ പെട്ടെന്ന് ഇതാണ് ഒറിജിനൽ അമീനൊക്കെ ഇവരാണ് ഒറിജിനൽ OG അമീൻ. നമ്മളെ ഫസ്റ്റ് സ്കിപ്പ് കാര്യം എനക്കും ബോറടിക്കുന്നു, സ്കിപ്പ് ചെയ്യാ. അപ്പം നമ്മള് റിയൽ ലൈഫും മനസ്സിലാക്കി അവനോൻ എങ്ങനെ കളിച്ചു, അവനോൻ എങ്ങനെ നിന്നു. അപ്പൊ തന്നെ ഈ തൊപ്പിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ്, ചേനാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വരാം. ഇയാള് അപ്പൊ തന്നെ കൗണ്ടർ അടിക്കുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് തിരിച്ചു വരാനായിട്ട്, കണ്ണൻസായി ആയിട്ട് തിരിച്ചു വരാനായിട്ട് സീക്രട്ട് ഏജന്റ് എല്ലാം തൊപ്പിയാണെന്നുള്ളത് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ മീറ്റ് ആക്കിയ ഒരു സിറ്റുവേഷൻ പറയാം. നമ്മള് തൊപ്പിയായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ തൊപ്പി ട്രിപ്പ് കഴിഞ്ഞ് കൊച്ചിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഈ ചാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ ചാൻ എനിക്കറിയാം, ഇവരുടെ ലൈവൊക്കെ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പം ഇത്രയും ഒരു സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തൊപ്പിയെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഞാൻ പറയും. കാരണം ഞാൻ കുറച്ച് നേരം ഫോണിലൂടെ സംസാരിക്കുകയും അതേപോലെ നേരിട്ടുണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ 10 മിനിറ്റ് എനിക്ക് കിട്ടിയൊരു വൈബ് ഉണ്ട്. കാരണം ഞാൻ കണ്ടിന്യൂസ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൗണ്ടർ ടു കൗണ്ടർ. ലൈക്ക് എനിക്ക് ആ മാരാർ ദേവ് കോംബോ ഇല്ലേ, അതേപോലെ തന്നെ ഒരു കോംബോ ആണ് എനിക്ക് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഫീൽ ചെയ്തത്. അപ്പം ആള് ലൈക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫ്, അവിടെ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ലാതെ
ചില്ലായിട്ട് ഇരുന്നിരുന്ന നേരം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു മൂമെന്റ് ആയിട്ട് തന്നെ ആള് നമ്മുടെ കയ്യിലോട്ട് തന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ഒരു ഞാൻ എന്നിട്ട് ഇവിടെ പറയുകയും ചെയ്താൽ കുറച്ച് നേരം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു വന്നു ഇതായിട്ട് ആൾ ഇത് തന്നെയാണ് പറഞ്ഞത് നമുക്ക് നേരിട്ട് കാണാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഇതേപോലത്തെ ആളുകളൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് വയ്ക്കുന്ന തന്നെയാണ് വളരെ നല്ലതെന്ന് ഞാൻ പറയും. അതിനേക്കാളൊക്കെ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചാനെ വിളിച്ചാൽ അമ്മയായിട്ട് സംസാരിച്ചു. ഒന്നിനും മെച്ചമുണ്ട് ഇവർ രണ്ടുപേരും. അമ്മയും വേറെ ലെവലാണ്. ഭയങ്കര ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിലും കൗണ്ടർ വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും കട്ടയ്ക്ക് നിൽക്കുന്ന രീതിയിൽ നല്ല സംസാരമായിരുന്നു. അപ്പം ഇവിടെ നമ്മള് ഡയറക്റ്റ് മീറ്റ് ആക്കാൻ വേണ്ടി കാണാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുമ്പോ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോ തന്നെ നല്ല രസമായിരുന്നു. നമ്മുടെ ആ ഒരു വൈബൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ആയി. അപ്പം ബ്രാൻഡ് വൺ ഹിറ്റാണ്. ഇതിലിപ്പോ ഈ പറഞ്ഞ സംഭവം കൊടുക്കാത്തോണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. അല്ലാതെ ഒരാളും അതിനകത്ത് പറയില്ല ഈസി ആണെന്നുള്ള പദം. ആ തൊപ്പിയോട് ഞാൻ പറയുന്നത് ഈസി ഒന്നും അല്ല, പക്ഷെ യു ട്രൈ ഇറ്റ്. അങ്ങനത്തെ പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ മിസ്സാക്കണ്ട. കപ്പാക്കി പുറത്തു തരാം, പക്ഷേ കപ്പാക്കി പുറത്തു തരാം. അപ്പൊ അഗെയിൻ ഈ ഒരു കോംബോ, അതായത് ബിഗ് ബോസ് നമ്മള് കൊണ്ടുപോകും. ബിഗ് ബോസ് അടുത്ത കൊല്ലം നമ്മളതാണ് കൊണ്ടുപോകുന്നു കൺഫേം. ഓക്കെ, ഞാൻ ഉള്ളില് അച്ചായൻ പുറത്ത്. അങ്ങനല്ല ഞാൻ ബിഗ് ബോസിന്റെ ഉള്ളില് അച്ചായ പുറത്ത് PR അതിനെന്താ അങ്ങനെ PR എന്ന് പറയാനായിട്ട് ഒരിക്കലും അങ്ങനെ PR ലെവലൊന്നും അല്ല. ഞങ്ങളെ ഇറങ്ങി ഇവരെ ജയിപ്പിച്ചിരിക്കും. നമ്മളെ പിന്നെയും ഇറങ്ങി ഇവൻ. ഇതാണ് നിങ്ങളെ കാണാതെ പോയ പാസ്പോർട്ടും പുരയിലുള്ള പത്താക്കിയും സ്ഥലം വിട്ടിട്ട് വേണം നിങ്ങൾക്ക് ഋഷിയുടെ കല്യാണം നടത്താൻ. എത്ര തവണ ഇവൻ നിങ്ങളെ മുന്നിൽ വന്ന് ചോദിച്ചു പണം എത്ര വേണമെന്ന്. കുഞ്ഞാപ്പിക്ക പാസ്പോർട്ടും വിസയും ഇല്ലാണ്ട് ഈ ബോട്ടില് വിശന്ന് വലിഞ്ഞ് വീണപ്പോ താങ്ങി ചേർത്ത് പിടിച്ച് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു സുലൈമാനുണ്ട്. അതോളം വിലയുള്ള ഒരു കണക്കാണ് ഇത്. നാട്ടിലെ ബാങ്കിലുള്ള ചെക്ക. കുഞ്ഞാപ്പൊക്കെ കുണ്ടി പൊട്ടി ചത്തുന്ന കേട്ടെ ഇത് കണ്ടിട്ട്. സെലീനയ്ക്കുള്ള പൊന്നുരുപ്പിടിയായിട്ട് ഇവ എയർപോർട്ടിൽ വരും. സെലീന മരിച്ചുപോയി. സെലീന കല്യാണം കഴിക്കുന്നില്ല. ഇത് കണ്ടതിന് ശേഷം സെലീന പറഞ്ഞ എനിക്കൊരു കല്യാണം വേണ്ട, ഞാൻ വേറെ എന്തേ പരിപാടിക്ക് പോയിക്കോളാം. ഇത്രയും വലിയ ചെക്ക് എവിടുന്നാണ്? അതല്ലേ ഇതെന്തേ ഇവ ശരിയായ ആക്ടറാന്ന് തെളിയിക്കാൻ നോക്കുന്ന ചിലപ്പോ ഇങ്ങനത്തെ കുണ്ണുകൾക്ക് വരെ സിനിമയിൽ റോൾ കിട്ടും. നമ്മളെല്ലാം ഇവിടെ പുയ്ത്തിയാവുക. ആരും പറയാലോ എനക്കുണ്ട്. ഇല്ല, എനക്കൊരു മെയിൻ റോള് കിട്ടിയ അച്ചാരാ എന്റെ ഒന്നിച്ച എന്റെ അമ്പാല അച്ചാരാ. മനസ്സിലാവും. മെസ്സിയുടെ 37 മെസ്സിയുടെ ജന്മദിനത്തിൽ മെസ്സി ഫാൻസിന്റെ കീഴിൽ അട്ടപ്പാടിയിലും മലപ്പുറത്തും ഭക്ഷണ വിതരണം നടത്തി. നൈസാണ്. നീട്ടതാ ഡിസ്കൗണ്ട്. ഓ മമ്മൂസ്, ഇത് നീയാലേ? ഓ ഇത് നോക്കട്ടെ ഫ്രണ്ടാക്കാം. ഇത് മമ്മൂസാന്നട്ടെ, ഇവരാന്നട്ടെ. ഇത് നോക്കട്ടെ, ഇത് DP ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. കാണുന്നില്ല, ഇത് കാണാൻ പറ്റുന്നില്ല. നിനക്ക് ന്യൂ ഗാങ് മെമ്പറിനെ ഫോളോ ചെയ്യണല്ലോ. ഗ്യാങ് മെമ്പറിനെ ഫോളോ ചെയ്യണം. ഐഡി പറ അതിന്റെ സെർച്ച് എങ്ങനാ? ഇന്നലെ ഞാൻ സെർച്ച് ചെയ്തിന് തോന്നില്ല ഇതിന്റെ പേര്. മനു ഡൊനേറ്റഡ് 42 രൂപ ത്രൂ ഗൂഗിൾ പേ. 100 കോടി കൺഫേം ഫിലിം വിജയണ്ണൻ വരെ തോറിച്ചെത്തു. എടാ കാര്യം അത് 100 കോടിയാ. കാര്യം പറയില്ല. ആ ചെക്കന്റെ നമ്മളെ സിനിമനെ കുറിച്ചാ പറഞ്ഞേ. നമ്മളെ സിനിമയെ കുറിച്ച് ഇപ്പൊ കണ്ട വിജയണ്ണൻ ഫാനിന് കുണ്ടന്റെ കാര്യം പറഞ്ഞേ. നമുക്ക് അറിയില്ല. എടാ എന്താടാ പേര്? മമ്മൂസ് 699 താല്പര്യം മമ്മൂസിന്. അല്ല 699 മമ്മൂസിന് താല്പര്യം. അതെനിക്ക് അറിയാം. ഇതിലേതാ അണ്ടർസ്കോറിലുണ്ടോ? ഇതാ മമ്മൂട്ടിയാ? മമ്മൂട്ടി ഫാനാ?
എടാ ഇത് ഫോളോ ചെയ്യണം. മുമ്പേ അക്കൗണ്ടാ. എടാ സ്വന്തം ഐഡന്റിറ്റി ആരെങ്കിലും മമ്മൂട്ടീനെ എടാ ഓക്കെ സമ്മതിക്കും, മമ്മൂട്ടിനെ ഇഷ്ടമല്ല തന്നെ, നീ മമ്മൂസ് ഫാൻ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എടാ സ്വന്തം ഐഡന്റിറ്റിയിൽ മമ്മൂന്ന് എഴുതിയിട്ട് മമ്മൂട്ടീനെ പിക്കിടുന്നതിനാടാ. സിയാദ് അച്ചു ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഫോളോ ചെയ്യണം, ചാറ്റ് ഫോളോ ചെയ്യണം. ലൈവ് ആറാട്ടോണ്ട് ലൈവ് ഉണ്ടോ? അത് നിൽക്കുന്ന ഇപ്പൊ നോക്കാം, ഇപ്പൊ ചാറ്റ് പറ. മമ്മൂസിനെ ഫോളോ ചെയ്യണം, ഷെഫിനെ ഫോളോ ചെയ്യണം. പറ പറ എടാ ഷെഫ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ പുതിയ ഗ്യാങ് മെമ്പർ. അതൊക്കെ ഗ്യാങ് മെമ്പറിനാ സെലിബ്രിറ്റീസ്. ഓക്കെ ഒരു മിനിറ്റ്, ഇവ ആരിലും ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ എല്ലാം ഉണ്ടല്ലോ. നമ്മ ഇതെല്ലാം ആരാ? ഇതാരാ? ആ സിദ്ദീഖ്. ഇതാരാ? ഇത് ഏത് നഹാസാ? മറ്റേ ഗുണ്ട. ഞാനൊരു RDS ഇവിടെ കൊച്ചിയിൽ ഒരു നഹാസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഗാങ്സ്റ്റർ വളയാടുന്നുണ്ടെന്ന് കേട്ട്. ആർക്കാ അറിയോ? ആര്? നഹാസ് ഡയറക്ടർ. എടാ വേറൊരു നഹാസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഗാങ്സ്റ്റർ നടക്കുന്നത്, എനിക്കൊന്ന് പരിചയപ്പെടണം. ഓക്കെ ഓക്കെ പറ. യെസ് 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 നോ നോ യെസ്. എടാ എടാ പറ, ഫോളോ ചെയ്യണം. യെസ് ഓർ യെസ് ഓർ യെസ് ഓർ യെസ്. ഓക്കെ ഓക്കെ ഗ്യാങ് മെമ്പർ നമ്മൾ എന്തായാലും ഫോളോ ചെയ്യണം. ഓക്കെ ഫോളോ ചെയ്ത് എത്ര ഫോളോ എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം? നിൽക്കാൻ നോക്കട്ടെ, 9 8 അങ്ങനെ എന്തോ. 9 ഫോളോ ചെയ്തു. എടാ 9 ഒരു ഊമ്പിയ നമ്പറല്ല. എടാ ഒരാളെയും കൂടി ഫോളോ ചെയ്ത് 10 ആക്കിയാലോ? മയില് നമുക്ക് എൻ്റെ ഒരു ഇതെന്താ അറിയോ, എൻ്റെ ഒരു തിയറി എന്താ അറിയോ, ഞാൻ എന്താ അറിയോ, മെസ്സി ഇപ്പം മെസ്സി ഞാൻ ഇത്രയും മെസ്സി ഫാനായിട്ട് എന്തുകൊണ്ട് മെസ്സിനെ ഫോളോ ചെയ്യുന്നില്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് റിയൽ ലൈഫിൽ മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ ലൈഫിൽ എൻ്റെ ഫേസ് ടു ഫേസ് നിന്നിട്ട് എന്നോട് അങ്ങനെ കമ്പനിയുള്ള ആൾക്കാരെ മാത്രം. ഇപ്പൊ സായിപ്പ്, ഈഗിള് അവരെ പോലെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല, മനസ്സിലാവും. കാരണം ഇവരെല്ലാം ഓൺലൈൻ ഫ്രണ്ട്സാണ്. ഇപ്പൊ എന്നിച്ച് എൻ്റെ ഒന്നിച്ചിപ്പോ ഉള്ള ആൾക്കാരില്ല, എൻ്റെ മനസ്സിലാവും, എൻ്റെ സ്വന്തം തോന്നുന്ന ആൾക്കാരില്ലേ, അവരെ അങ്ങനെ കുണ്ടിക്ക് പിടിച്ചാലല്ലടാ ഞാൻ പറഞ്ഞ, സ്വന്തം ചേർത്ത് പിടിച്ചാടാ മൈൻഡ്, മനസ്സിലാവും. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം ഫോളോ ചെയ്യാന്നുള്ള മൈൻഡാണ് എനിക്ക്. റിയൽ ലൈഫിൽ എൻ്റെ ഒന്നിച്ച് റിയൽ ആയിട്ട് ഒന്നിച്ച് എപ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാന്നാണ് എൻ്റെ ഒരു ഇതുണ്ടായത്, മനസ്സിലാവും. ഓൺലൈനായിട്ട് നമുക്കറിയുന്ന ആൾക്കാർ അത് ഓക്കെ അവരോടുള്ള ഇഷ്ടം ഉള്ളിലുണ്ട്, പക്ഷെ ഫോളോ ചെയ്യേണ്ട അങ്ങനെ വിചാരിച്ചത്. എൻ്റെ ഒരു അങ്ങനെ ഒരു ഇതുണ്ടാക്കി, അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കിയതാണ്, മനസ്സിലാവും. ഓക്കെ ഓക്കെ അൺഫോളോ നല്ല അൺഫോളോ ചെയ്ത് ബ്രോ. ആവശ്യമുള്ളവരെ മാത്രമേ ഇപ്പോൾ ഫോളോയിങ്ങുള്ളൂ. ഓക്കെ നമുക്ക് മൈൻഡ് എടാ നീ എടാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലടാ, എന്തിനാടാ പിന്നെ ഓർമ്മ. എടാ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ലൈവ്, ഇന്ന് ലാസ്റ്റ് ലൈവാണ്. ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കൂല. അടുത്തൊരു ലൈവ് മുതൽ ഫുൾ സ്റ്റോപ്പാണ്. ഓക്കെ അവിടെ പോയിരുന്നോ. ഓക്കെ വലിച്ചിട്ട് 10 മരിങ്ങത്ത് കിട്ട കിടക്കുജി കുടുംബത്ത് മർമ്മത്തിനിട്ട് പണിക്കൊട്ട് കലമൊത്താലൊരു കൊത്ത് മലപ്പുറം കത്തി മടക്കെത്ത് വെള്ളം തങ്ങിയെന്ന വീട്ടേക്ക് വെള്ളിപ്പാന്റെ കുട്ടി കുടിച്ചേക്ക് പതച്ചേക്ക് മുടിച്ചേക്ക് എഫേർട്ട് W ആ എഫേർട്ടിന് ഒരു W. നൈസ്. ഇതിൽ വിളിച്ചിട്ട് നിന്റെ നാനോ പറ്റി പാട്ട് സെറ്റാക്കാൻ പറ. കൂടും
സാഗർ രമേശ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായ ആഗോള താപനത്തെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് നമ്മുടെ ഓസോൺ പാളികളിൽ ഉണ്ടായ വിള്ളലുകളാണ് കാരണം. ഓസോൺ പാളികളിലെ വിള്ളലുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വാണം വിട്ടാൽ മതിയാവും. കിട്ടിയല്ലോ, ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയല്ലോ. ഇനി മേല സാഗർ രമേശ് പുണ്ടച്ചി മോനെ മേല നമ്മളെ ലൈവില് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. മേല ഞാൻ കാര്യം പറയല. 6 ലൈവ് ഒക്കെ 6 ലൈവ് ഉണ്ട്. മറന്നു. ഓ അത് എന്തെങ്കിലും ഉള്ളത്തരം വിളിച്ചു പറയാളോ നോട്ടെ. ഇതെന്താ അടിയുണ്ടോ? ഓ ഇത് ജീവനുണ്ട്. ഞാൻ വിചാരിച്ചു പട്ടണത് എന്താ വാണം വിട്ട് ബോധം പോയതാ. സംഭവം സ്റ്റാച്ചു ആണോ? മരിച്ചു ലൈവ് ഇട്ട് മരിച്ചു. എന്തോ ആലോചിക്കുന്നല്ലേ വാണം വിടുന്നേനി. അനക്ക് വന്നെന്തോ ഏതോ ഹണിറോസിന് ആരെങ്കിലും നോക്കി എന്തോ ചെയ്യുമ്പോ അല്ലേ ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് എന്തോ ചെയ്യുന്നോന്നാണ്. അനക്കൊന്നുമില്ല. പക്ഷെ സൂപ്പർ ചാറ്റ് ചെയ്യുന്നത് സൂപ്പർ ചാറ്റ് ചെയ്ത് നോക്കട്ടെ. 40 റുപ്യ സൂപ്പർ ചാറ്റ് ചെയ്യാം. എടാ 20 രൂപ 2 പഴംപൊരിയാണ് കേട്ടോ. അല്ല 2 നോട്ട് ഒരു പഴംപൊരി. പഴംപൊരി മിച്ചം. ഒന്നും പറയുന്നില്ല. ചാറ്റിൽ കുറെ ആള് വെച്ച് തൊപ്പിന്ന് പറയുന്നുണ്ട്, എന്നിട്ട് ഒന്നും പറയുന്നില്ല ആള്. 179 ഇട്ടാലേ മെസ്സേജ് അയക്കാൻ കഴിയും. ശരിക്കും അങ്ങനെ ഉണ്ട്. ഇയാളെന്താ സ്ലീപ് സ്ട്രീം ചെയ്യാതെ ഇയാള്? എനിക്ക് മനസ്സിലാവുന്ന ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ ലൈവ് ഇട്ടത് ഇയാള്? സൈക്കോ. എനക്കൊന്ന് ലൈവ് ഓണായത് ഓർമ്മയില്ലാണ്ട് അപ്പുറത്ത് റീൽസ് ആരും കാണുക. ഷാക്കെ KV ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ഹോട്ടാണ്, ശശികയാണ് ബോൾഡാണ്. തൊപ്പി ഹോട്ടാണ്, ശശിക്കാണ് ബോൾഡാ. ശരിക്കും അതേപോലെ ആരാണല്ലോ പറയാ ഉറക്കം മാറി. പഴംപൊരിയുടെ കാര്യം കണ്ടപ്പോ ഉറക്കം മാറി. ഇല്ല ഞാൻ മനസ്സിലായി. ഇത് പോയിട്ടില്ല സൂപ്പർ ചാറ്റ്. ഇപ്പൊ അതിലേക്ക് വരും. ഇല്ല അത് നമ്മളെ മെസ്സേജ് അല്ല. നമുക്ക് പാസ്വേഡ് അടിച്ചേ. ഇപ്പൊ ആയത്. ഇപ്പൊ വരാത്ത ഓൾറെഡി മീൻ ബോട്ടാ. ഓക്കെ റെഡി. വന്ന് മുണ്ടുന്നില്ല, അലങ്ങുന്നില്ല. അതൊക്കെ എന്താ പറയാൻ കേട്ടെ. മഞ്ജു വാര്യർ ലൈവ് കാണുന്നുണ്ടോ? കയ്യിൽ പോയോ? എന്തൊക്കെ റിയാക്ഷൻ മോളെ. അത് അവിടെ ആരോ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടാടാ ഇതില്. തൊപ്പിയുടെ കുണ്ണ റേറ്റ് ചെയ്യോ 10 10
തൊപ്പിയുടെ കുണ്ണ റേറ്റ് ചെയ്യുമോ? 40 രൂപ ഇട്ടിട്ടില്ലേ? മഞ്ചട്ടിത്തായോടി കോളയാ കോളയാ കോളയോ കോളയാ നിക്ക് ഇയാളെന്താ ഉണ്ടാക്കുന്നത് അറിയണോ? കോളയാ കോളയ 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 ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ. ലൈവ് കട്ടാവും മിക്കവാറും. കോളേതാ കോള് കണ്ട് കോള് കണ്ട് കോള എടുക്കുന്നുണ്ട് 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 എടുക്കുന്നുണ്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയത്തിന് ആദ്യം തന്നെ കോൾ എടുക്കാണ്ടെന്ന് आप जिस व्यक्ति को कॉल कर रही है ആറാട്ടെണ്ണം നിക്ക് മറ്റേ നമ്പറിൽ വിളിക്കട്ടെ. ആ നിക്ക് ലൈവ് ഇടുന്ന നമ്പറിൽ വിളിക്കട്ടെ ഞാൻ. നിക്ക് 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 പണി കൊടുക്കാം ലൈവ് ഇടുന്ന നമ്പറിൽ. ലൈവ് ഇപ്പൊ കട്ടാവും ലൈവ് ഇപ്പൊ കട്ടാവും. എടുക്കൂലടാ കോൾ എടുക്കൂല അതൊന്നും നമ്മള് വേറെ ഏതോ ഫോണിലാണ് കയ്യിലില്ലാന്നോ ഫോണ്. എനക്കറിയില്ല. ഒന്നും കൂടി നമുക്ക് മറ്റേ നമ്പറിൽ തന്നെ ഒന്നുകൂടി വിളിച്ചോ. എടുക്കും ചിലപ്പോ എടുക്കും. പട റിങ്ങാവും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ എടാ സ്വീകരിക്കുന്നില്ല. ലൈവ് കട്ട് ചെയ്ത് ഇല്ല കട്ട് ചെയ്തില്ല എടുക്കുന്നില്ലടാ. എന്താ എടുക്കാതെ ഡിപ്രഷനാ നമ്മളെന്ത് പാവം എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തമാശ പറഞ്ഞല്ലോ, എന്തോ സീരിയസ്ലി ഇപ്പൊ ലീക്ക് ആക്കുന്നു. അതാ വേണ്ട ഇനി ഞാൻ വിളിക്കുന്നില്ല. അതാ മോനെ ഇപ്പൊ സ്ക്രീനിലാരും ദേഷ്യം പഠിച്ചിട്ട് സ്ക്രീനിലാരും നമ്പർ കാണിക്കും മയില്. ഞാൻ ചിന്തിച്ചില്ല കേട്ടാ. ചെലപ്പോ സ്ക്രീൻ ആ ഫോണാരെടുത്ത് ഇങ്ങനെ കാണിച്ചാൽ നമ്പർ ലീക്ക് ആവും. അവൻ പറഞ്ഞാ മയില് ആ മിക്കവാറും ഇപ്പൊ ലീക്ക് ചെയ്യണതാണ്. എന്തോ ഭാഗ്യം. ലൈവിൽ നമുക്ക് പോയി നോക്കാം. ചോദ്യോത്തരവ് പിന്നെ ഒരു പാട്ട് പാടാ കേൾക്കട്ടെ. അറിയില്ല മനസ്സിലാക്കാൻ. ഞാൻ ഈ പടം കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ല. ആ പടം ഞാൻ ബാക്കി എല്ലാ പടം കണ്ടു. ഇക്കൊല്ലം അറിയാം. ആ പടം ഞാൻ കണ്ടില്ല. ഇതാരാ മരിച്ചത്? ഇന്ന് രാവിലെ ഞാൻ ഒരു മരണത്തിന് പോയിരുന്നു. മരണം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞങ്ങൾ KFC കയറിപ്പോൾ ഒരു അഡാർ ഐറ്റം ട്രൈ ചെയ്തു. ഇതിന്റെ പേരാണ് കരേബിയൻ. ഫുഡ് വ്ളോഗിന് ഇത് ഫുഡ് വ്ളോഗാ സംഭവം. ഇന്ന് രാവിലെ ഞാൻ ഒരു മരണത്തിന് പോയിരുന്നു. മരണം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞങ്ങൾ KFC കയറിപ്പോൾ ഒരു അഡാർ ഐറ്റം ട്രൈ ചെയ്തു. ഇതിന്റെ പേരാണ് കരേബിയൻ സ്പൈസി സിംഗർ ബർഗർ. ഈ ഇടയ്ക്ക് KFC പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഐറ്റമാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. നല്ല സ്പൈസി ടേസ്റ്റ് ആണ്. ഇതിന് അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല. പിന്നെ ഓർഡർ ചെയ്തതാണ് സ്പൈസി ഹോട്ട് വിങ്സ്. ഇതാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ടേസ്റ്റ് കിട്ടില്ല. ഞാൻ എക്സ്പെക്ട് മരിച്ചോന്റെ ആരെയും കാണണല്ലേ. ഇതിന് അത്യാവശ്യം ജ്യൂസി ആയിട്ട് ഇരിക്കുമെന്നൊക്കെയാണ്, പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ 2 ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ചോക്കോ മഡ് പൈ. ഇത് അത്യാവശ്യം നല്ല കയ്പുള്ള ഒരു ഡെസേർട്ടാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെസേർട്ട്. അപ്പം പിന്നെ അടുത്തത് ആണ് ചോക്ലേറ്റ് ലാവ കേക്ക്. ഇതാണെങ്കിൽ ഇതും കയ്പ് തന്നെ, പക്ഷെ കോഫി മഡ് പൈ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ലാവയ്ക്കാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് രണ്ടും കൂടെ ലീക്ക് ചെയ്താ ഇല്ല ആറട്ടെണ്ണം അങ്ങനെ ചെയ്യില്ലടാ. എന്റെ ആറട്ടെണ്ണം അങ്ങനെ ചെയ്യില്ല. സീക്രട്ട് ഏജന്റ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വയ്യ. ഞാനൊന്നും കൊടുത്തു നിർത്തിയില്ല. ഞാൻ കാര്യം പറയാലോ. എടാ എന്തെല്ലാം പറഞ്ഞാലും എടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുക ഓൺലൈനിൽ ഊക്കുമെങ്കിലും സീക്രട്ട് ഏജന്റ്
കാര്യമല്ല, ഗുഡ് ഫ്രണ്ടാ. നമ്മള് ഫ്രണ്ട്സ്, ഫ്രണ്ട്സാണ്. നമ്മളെ ഗുഡ് ഫ്രണ്ട്, ആള് ഗുഡ് ഫ്രണ്ടാണ്. ഇടക്കള ഓളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, അതൊന്നും നോക്കണ്ട. ഇപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോ അന്നെ നോക്കുന്ന ജിൻഡോ വന്ന സ്ട്രീമിൽ വന്നപ്പോ അന്നെ നോക്കുന്ന കണ്ടില്ലേ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുകൾ ഉണ്ടാവും. ഒന്നും നോക്കണ്ട. ഇവരെ മനസ്സിലായോ? ചായ എന്റെ പൊന്ന ചായ, ചായന്റെ ചേട്ടായി കുട്ടു എത്തിയേ, കുറ്റി എന്തിയേ, കുറ്റിയേ എല്ലാവർക്കും ചാറ്റ കൊടുത്തേ, എല്ലാവർക്കും ചാറ്റ കൊടുത്തേ. ഇത് അടുക്കളക്കെ കാണാൻ ഞാൻ കൊറേ പ്രാവശ്യം ഇത് കണ്ടു, കൊറേ ആളെ അയച്ചു തന്നത് എനിക്ക്. ഞാൻ ഇടക്കിടക്ക് കാണുന്നുണ്ട്. ആടാ പോയടാ, താഴേക്ക് പോയി. ഇടം വരെ കണ്ടു നിർത്തിയ അവിടെ റായ് സ്റ്റാർ പിസ്റ്റൾ ക്ലച്ച് നോടാ. അവിടെ റായ് സ്റ്റാർ എനിക്ക് 1v1 കളിക്കണം. ഒന്ന് ഫ്രീ ഫയർ ഒന്ന് സെറ്റ് ആക്കിയിട്ട് എനിക്ക് അല്ലെ, അത് നമുക്ക് ഒരു ലൈവ് നമുക്ക് അങ്ങനെ ചെയ്യണം അല്ലെ. റായ് സ്റ്റാർ ആയിട്ട് 1v1 അത് എങ്ങനെ ഉണ്ടാവും? അവിടെ തോക്കുമായിരിക്കും, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായി. ചിലപ്പോൾ തോക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ ഞാൻ തോക്കുന്നു പറഞ്ഞതെല്ലാം ഞാൻ ജയിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ TDM അറിയാലോ. കൊള്ളാം. ഇവനായിട്ട് ഞങ്ങൾക്ക് ഒരു 1v1 എന്തായാലും അടിക്കണം. ഒരു 1v1 എന്തായാലും കളിക്കണം. Do more with an apple than apples ever done. തൊപ്പിയാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ആക്കിയതാന്ന് ഒന്ന് റേറ്റ് ആക്കുമോ? എഡിറ്റിംഗ് സ്കിൽസ് നൈസടാ, കുഴപ്പമൊന്നുമില്ല. നല്ല 10ൽ ഞാനൊരു 7 കൊടുക്കും. 7 കൊടുക്കുക. ചങ്ങായി ഫോൺ വിളിക്കാനാണ് ഇവിടെ വന്നിട്ട് പുറത്തേക്കോ ഉണ്ണ ഇവിടെ ഞാൻ ഇവിടെ ലൈവ് ചെയ്തോണ്ട് ചങ്ങായി സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുന്നത്. ആരാ ചായ? ആരാ പുറത്തേക്ക് സംസാരിക്കണം. മൈക്കിൽ എടുക്കുന്നത് പുറത്തേക്ക് സംസാരിക്കും. അമ്മയാ? അമ്മച്ചിയാ? തങ്കോ കട്ടാക്കിയോ? വീട്ടിലേക്ക് പോയാ? പോയിട്ടാ. ഓക്കേതാ ഓനോട് യാത്ര പറ. നമ്മളെ പുതിയ ആളോട് യാത്ര പറ. ഏത് ബസ്? നീ ഫുഡ് കഴിച്ചില്ല, നീ എന്താ പോവാത്ത? സഞ്ജയ് ബ്രിഡ്ജ് ഡൊനേറ്റഡ് 40 രൂപ ത്രൂ നിങ്ങളുടെ ഗാങ്ങിൽ ചേരാൻ താല്പര്യമുണ്ട് ഫോർ ക്ലീനിങ് ബോയ്. ബോട്ട് ബ്രദർ, എനിക്ക് നിങ്ങളുടെ ഗാങ്ങിൽ ചേരാൻ താല്പര്യമുണ്ട് ഫോർ ക്ലീനിങ് ബോയ്. സഞ്ജയ് PR. എടാ പുതിയ ആള് ഗാങ്ങിലേക്ക് പുതിയ ആള് കയറണം. എടാ വേണ്ട, 4 ആള് മതി. ഒരാളും കൂടെ എടുക്കാം. നമുക്ക് 5 ആളാക്കാം. ഓക്കെ, നമുക്ക് 5 ആളാക്കാം ഗാങ്ങിൽ. ഒരാളും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഒരാളും കൂടെ ഞാൻ ഗാങ്ങിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ആരെങ്കിലും ഒരാളെ നമുക്ക് നോക്കിയിട്ട് എടുക്കാം. ഇപ്പൊ അല്ല, ഇതിപ്പോ ഇന്നൊരാൾ കയറിയിട്ടില്ല. നമുക്ക് അടുത്തൊരു 1-2 ആഴ്ചന്റെ ഇടക്ക് അടുത്ത ആളെ എടുക്കാം. ഓക്കെ, ഒരാളെ കൂടി വേണം. എനിക്ക് തോന്നുന്നുണ്ട് 5 ആൾ വേണം. അല്ല 5 ആൾ വേണം ഗാങ്ങില്. 5 ആൾ വേണം എന്തായാലും. തൊപ്പി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ചാനലിൽ പോയിരുന്നിട്ട് ചോദ്യം ചെയ്യാതിരിക്കുന്നത്. ഇത് ഏതാ ഇന്റർവ്യൂ? തൊപ്പി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിയുടെ വീഡിയോ ചാനലിൽ പോയിരുന്നിട്ട് താങ്കൾ പുള്ളിയെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇതേപോലെ വിളിച്ചു വരുത്തിയതാണ്. മനസ്സിലായോ? ഞാൻ ഈ തൊപ്പി എന്നുള്ള പയ്യനെ വന്നിട്ട്
എനിക്ക് ഇവനെ പണ്ട് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിപ്സ് ഒരു ലോകത്തിലെ ഏറ്റവും എരിവുള്ള ഒരു മുളകോ എന്തോ നൂഡിൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ അപ്പൊ നമ്മൾ ചിരിച്ചു കോമഡി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ തൊപ്പി എന്നെ അവിടെ വിളിച്ചിട്ട് അതുപോലെയാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വരണം, ഞാൻ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ്, എനിക്ക് ടോവിനോയൊക്കെ ഇവിടെ കൊണ്ടുവരണം. ടോവിനോട് ഇതിപ്പ ഓർത്തെ പറയാൻ പറഞ്ഞത് മുത്തേ, ടോവിനോനോട് ഇന്നലെ സംസാരിച്ചു മുത്തേ. ശരിയായ സാധനം, ആള് ശരിയായ സാധനം മുത്തേ, ശരിയായ ഡബ്ല്യു മനുഷ്യൻ. ഇന്നലെ ഞാൻ ടോവിനോട് സംസാരിച്ചു നിൽക്കുന്നത്. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാരിറ്റില്. ടോവിനോ 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 ഇന്നലെ രാത്രി ടോവിനോനെ മീറ്റ് ചെയ്തത്. ചങ്ങായി മുത്തേ ശരിയായ ഡബ്ല്യു മനുഷ്യനാ മുത്തേ. കാര്യം പറയാലോ ഇതില് ഇന്റർവ്യൂലൊന്നും വന്നിട്ട് പറയുന്ന അങ്ങനത്തെ സംസാരം നോക്കണ്ട. ആള് ശരിയായ എന്താ പറയാ ഇതില്ലേ സംഭവം, എന്താ ഈ മെച്യൂരിറ്റി, അങ്ങനെ വലിയ മെച്യൂരിറ്റി തോന്നില്ല. സാധാരണ നമ്മൾ ഏതെങ്കിലും ഞാൻ ഇത്ര കാലം കണ്ടിട്ടുള്ള സെലിബ്രിറ്റീസ് എല്ലാം കാണുമ്പോൾ ഇവര് സംസാരിക്കും എന്താണ് ഓക്കെ ശരി അങ്ങനെ ഭയങ്കര ഇതിലാ സംസാരിക്കും. പക്ഷെ ടോവിനോ മുത്ത ശരിയായ എന്താ പറയാ പിള്ളേരെ മനസ്സാമത്തെ ഡബ്ല്യു മനസ്സിലാവും. കാര്യം പറയല ഡബ്ല്യു മനസ്സിലാവും. ഇൻഷാല്ല നമ്മൾ ഈ ഇടക്കര ടോവിനോ എന്തായാലും കൊണ്ടുവരും. ഓക്കെ, നമ്മൾ ആരെല്ലാം കൊണ്ടുവരുന്ന പറഞ്ഞ മുത്തേ അവരെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഷാല്ല ടോവിനോ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ, ഈ ഫ്ലോറിൽ അതായത് ഒരാളിന്റെ ഫോട്ടോഷോപ്പാ ഫോട്ടോഷോപ്പ് ക്ലിയറിൽ കാണിച്ചിട്ട് ഫോട്ടോഷോപ്പാ മായി. കാരണം നീ ടോവിനോട് വിളിച്ച് ചോദിക്കും. ഞാൻ ഇന്നലെ കണ്ടോ ഇല്ലയോ അത് നീ വിളിച്ച് ചോദിക്കും, അപ്പൊ പറഞ്ഞു. മുത്ത ഇതെങ്ങനെയാന്ന് ഫോട്ടോഷോപ്പ് ആകാം ഒന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാ ഒന്ന് ഫോട്ടോഷോപ്പ് ആകാം ഒന്ന് പറഞ്ഞത് മുത്ത ഇതെങ്ങനെയാടാ ഫോട്ടോഷോപ്പ് ആകാതെ മുത്ത ബായി പൂട്ടോ അറിയില്ലെങ്കിൽ ബായി പൂട്ടുക കേട്ടാ, ബായി പൂട്ടുക അവിടെ ഇരിക്കുക. ഇവിടുത്തെ 15 വയസ്സ് പോലുമുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തെണ്ടുകളായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത്. ഈ പഞ്ചവർണ്ണ കുണ്ടനാന്ന് പറയുന്നത് ഇരുന്നിട്ട് കേട്ടില്ല മഞ്ചട്ടി. ആൺകുട്ടി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. ഒന്നും അല്ല. ഇന്നലെ മീറ്റിംഗ് ഉണ്ട് എന്താടാ പറയുന്നത്? നിനക്കെല്ലാം ബുദ്ധിയും ഇല്ല. ഒരു എഡിറ്റഡ് ഫോട്ടോ ഫോട്ടോ റിയൽ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ അറിയില്ല. 6 ലൈവിൽ സൂയിസൈഡ് ചെയ്തു, ഡിപ്രഷൻ ആണത്തിനാ പോടാ. എന്തായാലും പറഞ്ഞ ആള് പാവം മനുഷ്യനാടാ. നീ എന്താ പറയുന്നത്? ലൈവ് ലാസ്റ്റ് എന്താ ഇയാള് ലൈവ് ലാസ്റ്റ് ഒരു 26 മിനിറ്റ് ഇയാള് ഒന്നും മുണ്ടാണ്ട് ഒറ്റ ഇരുത്തിരുന്ന് എന്നിട്ട് നിർത്തിയിട്ട് പോയി. അത് എന്തൊരു എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്ത് മൈൻഡാന്ന് എന്താന്ന് എന്താ ഇപ്പൊ ഞാൻ കണ്ടത്? ഇതെന്താ ഇതൊരു ക്രീപ്പ് നോക്കുന്നതല്ല എന്തോ അല്ലേ? എന്താണത് ബ്രോ?